ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 242 സെഷനാണല്ലോ ഇത്. 7-ാം സദനത്തെക്കുറിച്ചുള്ള 16-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 7-ാം സദനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങളിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ ഖണ്ഡികയിലേക്കാണല്ലോ നമ്മളിപ്പോൾ കടക്കുന്നത്. 10-ാമത്തെ ഖണ്ഡികയുടെ ഉള്ളടക്കം തന്നെയാണ് ഇവിടെ തുടരുന്നത്. ഈ ഒരു അധ്യായത്തിൽ അമ്മ ത്രേസ്യ 7-ാം സദനത്തിലെ ആത്മീയ വിവാഹത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുകയാണല്ലോ. നമ്മൾ 7-ാമത്തെ ഫലമായ പ്രശാന്തതയാണ് കഴിഞ്ഞ ഖണ്ഡികയിലും ഈ ഖണ്ഡികയിലും കാണുന്നത്. 11-ാമത്തെ ഖണ്ഡിക എത്ര പ്രശാന്തവും നിശബ്ദവുമായ അന്തരീക്ഷത്തിലാണെന്നോ കർത്താവ് ഇവിടെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നതും ഉദ്ബോധിപ്പിക്കുന്നതും. ശ്രേമോൻ ദേവാലയം പണി കഴിപ്പിച്ച സന്ദർഭം ഞാൻ ഓർത്തു പോവുകയാണ്. വളരെ പ്രശാന്തതയും നിശബ്ദതയുമാണ് ആന്തരികമായിട്ട് ആ വ്യക്തി അനുഭവിക്കുന്നത്. അതിൻ്റെ ഒരു തിരുവചന രംഗം അമ്മ ത്രേസ്യ പെട്ടെന്ന് അനുസ്മരിച്ച് പങ്കുവെക്കുന്നത് ശ്രേമോൻ ദേവാലയം പണി കഴിപ്പിച്ച സന്ദർഭമാണ്. അവിടെ യാതൊരു ശബ്ദവും കേൾക്കാനില്ലായിരുന്നുവെന്നാണല്ലോ രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം. അതുപോലെ ഈ ദേവാലയത്തിൽ തന്റെ സ്വന്തം സദനത്തിൽ അലംഘ്യമായ നിശബ്ദതയിൽ ദൈവവും ആത്മാവും മാത്രം പരസ്പര അനുഭൂതി നുകരുകയാണ്. ദൈവവും ആത്മാവും ഒരുമിച്ചായിരിക്കുന്നു 7-ാം സദനത്തിൻ്റെ ഉള്ളറയിൽ. ബുദ്ധിയുടെ പക്ഷത്തു നിന്ന് യാതൊരു ചലനവും യാതൊരു അന്വേഷണവും ഇവിടെ ആവശ്യമില്ല. ബുദ്ധി അവിടെ ഒന്നും ചകയാനോ തപ്പാനോ ചിന്തിക്കാനോ ഒന്നുമില്ല. ആ ശക്തിയെ സൃഷ്ടിച്ച ദൈവം ഇവിടെ അതിനോട് ആവശ്യപ്പെടുന്നത് അടങ്ങിയിരുന്ന് നടക്കുന്ന സംഭവം ഒരു ചെറിയ സുഷിരത്തിലൂടെ നിരീക്ഷിക്കാൻ മാത്രമാണ്. ബുദ്ധി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, അത് അല്പം മാത്രമായിട്ട്. ബുദ്ധിക്ക് ഒരു ആശയം കിട്ടുന്നുള്ളൂ. ഒരു സുഷിരത്തിലൂടെ നോക്കുന്ന പോലെ അത്ര മാത്രമേ ബുദ്ധിക്ക് അതിനകത്ത് ഇടാൻ പറ്റുന്നുള്ളൂ. വേറെ ഒന്നും ബുദ്ധിക്ക് അതേപ്പറ്റി ആകാംക്ഷയില്ല, ഉത്കണ്ഠയില്ല, സംശയമില്ല, ചകച്ചലുമില്ല, അസ്വസ്ഥകളൊന്നുമില്ല. ഇടയ്ക്കിടെ ആ ദൃശ്യം മറിഞ്ഞ് ഒന്നും കാണാൻ പാടില്ലാതാകുമെങ്കിലും അല്പനേരത്തിനുള്ളിൽ വീണ്ടും തെളിഞ്ഞു വരും. ഇവിടെ ആത്മീയ ശക്തി നഷ്ടീഭവിക്കുകയല്ല, പ്രവർത്തന ശൂന്യമായി വിസ്മയത്തോടെ സ്തംഭിച്ചു നിൽക്കുകയത്രയെന്ന് എനിക്ക് തോന്നുന്നു. ആത്മീയ ശക്തികളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് അവയെല്ലാം ഇങ്ങനെ പ്രവർത്തന ശൂന്യരായി വിസ്മയത്തോടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അവയൊന്നും പ്രവർത്തിക്കുന്നില്ല, ഒരു സ്തംഭന അവസ്ഥയിലാണ്. അതേസമയം കാര്യങ്ങൾ കുറേ എല്ലാം മനസ്സിലാക്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ പ്രശാന്തതയാണ് ആത്മാവിൻ്റെ ഉള്ളിൽ അനുഭവിക്കുക. ആ പ്രശാന്തതയിലാണ് ദൈവം ആത്മാവുമായിട്ട് സംവേദിക്കുക. ഏലിയ ഹോരോ മലയിൽ ഒളിച്ചിരിക്കുന്ന രംഗം നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുമ്പോൾ കൊടുങ്കാറ്റും ഇടിമുഴക്കവും ഭൂമികുലുക്കവും എല്ലാം ഉണ്ടായി. അവസാനം വളരെ ശാന്തതയുണ്ടായി. ആ ശാന്തതയിലാണ് മൃദുസ്വരം ദൈവത്തിൻ്റെ സാന്നിധ്യം ഏലിയ അനുഭവിക്കുന്നത് വായിക്കുന്നുണ്ട് 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൽ. എന്ന് പറഞ്ഞ പോലെ ഒരു ശാന്തതയുടെ അന്തരീക്ഷം. 12-ാമത്തെ ഖണ്ഡിക ആത്മാവ് ഈ സ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പാരവശ്യങ്ങൾ റാപ്ചേഴ്സ് ഒരിക്കലും ഉണ്ടാകുന്നില്ലെന്ന്, അതായത് ബാഹ്യേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നിലച്ചു പോകത്തക്ക വിധം ഉള്ള റപ്ചേഴ്സ് പാരവശ്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് കാണുന്നത് എനിക്ക് വിസ്മയകരമായി തോന്നുന്നു, എനിക്ക് ആശ്ചര്യകരമായി തോന്നുന്നു. ഇതിനു മുമ്പ് പല അവസരത്തിലും അമ്മ ത്രേസ്യ ഉയർപ്പ് തിരുനാളിൻ്റെ അവസരത്തിൽ ഇസബൽ എന്ന കൊച്ചു സിസ്റ്റർ എഴുതിയ ആ ഒരു ദൈവ സ്നേഹ ദാഹ ഗീതം കേട്ടപ്പോഴേ ഹർഷപാരവശ്യത്തിൽ മൂർച്ഛിച്ചു വീണ സംഭവമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവം ഈ ഒരു സ്റ്റേജിൽ ഇല്ല എന്നുള്ളത് ആശ്ചര്യകരമായിട്ട് തോന്നുന്നു അമ്മ ത്രേസ്യ പറയുകയാണ്. അഥവാ ഇനി വല്ലപ്പോഴും ഉണ്ടായാൽ തന്നെയും അത്ര ഉത്കൃഷ്ടമായ പ്രമോദമോ മാനസിക ഉദ്ഗമനമോ അനുഗമിക്കാറില്ല. അത്ര വലിയ ആനന്ദത്തിൻ്റെ വലിയ ഉയർച്ചയോ അല്ലെങ്കിൽ ആവേശ അനുഭവമോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഉദ്ഗമനം, ഫ്ലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ്, അതേപറ്റി നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് ആത്മാവിനെ പറന്ന് ഉയർന്നു പോകുന്നവർ തോന്നും. അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവുകയില്ല. അവ തുലോ വിരളമെന്ന് പറയാം. മുമ്പ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതുപോലെ പരസ്യ സ്ഥലത്ത് വെച്ച് ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പം ഇതിന് മുമ്പുള്ള സ്റ്റേജുകളിൽ അവസരങ്ങളിൽ പരസ്യമായിട്ട് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പരസ്യവേദികളിലൊക്കെ. ഇപ്പോഴങ്ങനെ ഉണ്ടാവുകയില്ല, ഉണ്ടാകുകയാണത്തേലും പരസ്യം ഉണ്ടാകുകയില്ല. ഭക്തിസമ്പർദ്ധകമായ സന്ദർഭങ്ങൾ മുൻപത്തെ പോലെ വികാരമായി പൊളവാക്കുകയുമില്ല. അത് മറ്റൊരു വ്യത്യാസം ത്രേസ്യ പറയുകയാണ്. ഈ പ്രശാന്തതയുടെ ഭാഗമാണ്. ഭക്തി സമ്പർദ്ധകമായ സന്ദർഭങ്ങൾ പഴുതുപോലെ വികാരമായി പൊളവാക്കുകയാണ്. എന്ന് വെച്ചാൽ
ഭക്തിമയമായ ഏതെങ്കിലും ചിത്രം കാണുകയോ നല്ല പ്രസംഗം അഥവാ ഗാനം ശ്രവിക്കുകയോ ചെയ്താലും ഒന്നും കേൾക്കാത്ത മട്ടായിരിക്കും. എന്ന് വെച്ചാൽ അവയെല്ലാം ആരെപ്പറ്റി പറയുന്നോ, എന്തിനെക്കുറിച്ച് പറയുന്നോ, അതിൻ്റെ എല്ലാം അങ്ങേയറ്റം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ഉന്നമായിരിക്കുന്ന അവസ്ഥ ഇവിടെ സ്വന്തമാക്കി കഴിഞ്ഞു. ആ ദൈവത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി അങ്ങ് ആവേശം കൊള്ളിക്കുകയല്ല, ഒന്നും കേൾക്കാത്ത മട്ടായിരിക്കും. മുമ്പ് സാധുവായ ആ ചിത്രശലഭത്തിന് എന്തോ ഒരു അസ്വസ്ഥതയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ എന്ത് കണ്ടാലും ഭയപ്പെട്ട് പാറി പറക്കുകയായിരുന്നു അതിൻ്റെ പതിവ്. ഇപ്പോൾ സങ്കേതസ്ഥാനം കണ്ടെത്തിയത് കൊണ്ടോ ഭയമെല്ലാം നീങ്ങത്തക്ക വിധം ഈ സദനം മുഴുവൻ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞത് കൊണ്ടോ അത്യന്തം രമ്യമായ ദൈവസഹവാസം സിദ്ധിച്ചതിന് ശേഷം മുമ്പ് സഹിച്ചിരുന്ന വിവിക്തത, സോളിറ്റ്യൂഡ് നീങ്ങിയത് കൊണ്ടോ ആ ഭാവമെല്ലാം മാറിയിരിക്കുകയാണ്. ആ ഭാവമെല്ലാം മാറി. അതിന് കാരണം എന്തായിരിക്കും? 2-3 കാരണം ഉപദേശം പറയുകയാണ്. ഒന്നുകിൽ ഇപ്പോൾ സങ്കേതസ്ഥാനം കണ്ടെത്തി, ദൈവത്തോടൊപ്പം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ച് ആകാംക്ഷയില്ല, എന്താ ഉത്കണ്ഠയില്ല, ആവേശമില്ല, അങ്ങനെ വന്നു. അതല്ലെങ്കിൽ ഈ സദനം മുഴുവൻ കണ്ടു പരിചയിച്ച് കഴിഞ്ഞു, 7-ാം സദനം കയറി ഇറങ്ങി കണ്ടു കഴിഞ്ഞു, ഇനി വരെ ആകാംക്ഷയില്ല. അതുമല്ലെങ്കിൽ അത്യന്തം രമ്യമായ ദൈവസഹവാസം സിദ്ധിച്ചതിന് ശേഷം മുൻപ് സഹിച്ചിരുന്ന സോളിറ്റ്യൂഡ് നീങ്ങിയത് കൊണ്ടോ ആ ഒരു ഏകാന്തത, ആരും ഒറ്റയ്ക്കായിരുന്ന അവസ്ഥ അങ്ങ് മാറി, ദൈവം കൂടെയുള്ള അവസ്ഥയാണ്. അങ്ങനെ വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം, ഈ കാരണങ്ങൾ കൊണ്ടോ അല്ലെ പലതുകൊണ്ടോ എല്ലാം കൊണ്ടോ ആയിരിക്കാം പഴയ അവസ്ഥയെല്ലാം അങ്ങ് മാറി. കാരണം എന്തായിരുന്നാലും സഹോദരിമാരെ, കർത്താവ് ഈ സദനത്തിലെ വിഭവങ്ങൾ കാണിച്ച് ആത്മാക്കളെ അതിൽ പ്രവേശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതുവരെ വളരെ ക്ലേശിപ്പിക്കുകയും അകറ്റുക അസാധ്യമായി തോന്നുകയും ചെയ്തിരുന്ന അജയ്യമായ ദൗർബല്യം അവർ വിട്ടുമാറുക തന്നെ ചെയ്യും. ഇതുവരെ കുറേ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു, പല നിസ്സഹായത ഉണ്ടായിരുന്നു, പറ്റുന്നില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു, മാറുകയല്ലാതെന്ന് തോന്നി. പക്ഷെ ഇപ്പോൾ ഈ ഒരു അനുഭൂതി വന്നു കഴിയുമ്പോഴേക്കും അങ്ങനെയുള്ള ദൗർബല്യങ്ങളുടെ മേഖല എല്ലാം ഇതിന് അപ്രത്യക്ഷമായതുപോലെയാണ്. കർത്താവ് അവരെ ശക്തിപ്പെടുത്തുകയും പോഷിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. കർത്താവ് അവരെ ശക്തിപ്പെടുത്തുന്നു, പോഷിപ്പിക്കുന്നു, പ്രാപ്തരാക്കുന്നു. അതിന് ഫലമായിട്ട് ഒന്നിനും കുറവില്ല, അങ്ങനെ വരികയാണ്. അഥവാ അങ്ങനെയുള്ള ആത്മാക്കളിൽ അവിടുന്ന് രഹസ്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവ തനിക്ക് മാത്രം അറിവുള്ള ഏതോ ലക്ഷ്യത്തെ പ്രതി പരസ്യമാക്കാൻ തിരുമനസ്സാകുന്നതുകൊണ്ടുമായിരിക്കാം. അവിടുത്തെ വിധികൾ നമ്മുടെ അഭിമുഖങ്ങളെ എല്ലാം അതിശയിക്കുന്നവയാണല്ലോ. അവിടുത്തെ സ്വന്തമായ ജ്ഞാനത്തിൽ അവിടുന്ന് നിശ്ചയിച്ച് ചില കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നു. അത് ആ ആത്മാവിന് മാത്രം ദൈവം വെളിപ്പെടുത്തുന്നു, ചെയ്യുന്നു. അതിനപ്പുറത്തേക്കൊന്നും അറിഞ്ഞുകൂടാ. അവിടുത്തെ വിധികൾ നമുക്കാർക്കും നമ്മുടെ എല്ലാ അഭ്യൂഹങ്ങളെയും അതിശയിക്കുന്നതാണല്ലോ. 13ാമത് ഖണ്ഡിക, അടുത്ത ഒരു ആത്മീയ ഫലം 7ാം സ്ഥാനത്ത് കാണുന്നത്, ആത്മാവ് ദൈവത്തെ പ്രാപിക്കുമ്പോൾ ഈ സൽഫലങ്ങൾ, മേൽപ്പറഞ്ഞ പ്രാർത്ഥനാ പദവികളുടെ സൽഫലങ്ങൾ എന്ന് വിശദമാക്കിയവയും ഒരുമിച്ച് അവിടുന്ന് അവൾക്ക് നൽകുന്നു. അപ്പം ഇതെല്ലാം ഈ ഒരു ശൈലിക്ക് വരുമ്പോഴേക്കും കിട്ടുകയാണ് ഈ ആത്മീയ അനുഭവങ്ങൾ. അതോടുകൂടി മണവാട്ടി അപേക്ഷിച്ച ചുംബനവും അവിടെ നൽകുന്നു, സ്നേഹ ചുംബനത്തിൻ്റെ അനുഭവം. അത് 8ാമത്തെ ഒരു ഫലമായിട്ടൂടെ ഉദ്ദേശിക്കുകയാണ്, സ്നേഹ ചുംബനം. മണവാട്ടി അപേക്ഷിച്ചത് ഉത്തമഗീതത്തിൻ്റെ 1-ാം വാക്യം, ആ സ്നേഹ ചുംബനത്തിന് വേണ്ടി ഇങ്ങനെ കൊതിച്ച് ആർത്തി പിടിച്ച് മണവാട്ടി ഇങ്ങനെ അലയുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ആ അപേക്ഷ നിറവേറ്റുന്നത് ഇവിടെയാണെന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു അപേക്ഷയുമായിട്ട് മണവാട്ടി ഉത്തമഗീത പുസ്തകത്തിന്റെ 7 നമ്മൾ കാണുന്നത് ഇങ്ങനെ പ്രവേശപ്പെട്ട ആശ്വാസമില്ലാതെ അലഞ്ഞു നടക്കുന്നോ, കരഞ്ഞ് അപേക്ഷ നടക്കുന്നുവോ ആ അപേക്ഷ മുഴുവൻ പൂർത്തീകരിക്കപ്പെടുകയാണ്. മുറിവേറ്റ ആ ഹരിണത്തിന് തൃപ്തിയാകുവോളം ജലം ലഭിക്കുന്ന ഇവിടെയാണ്. ദാഹിച്ചു വലഞ്ഞ് നീർച്ചാൽ തേടുന്ന ആ മാൻപേട അതിങ്ങനെ മുറിവേറ്റ അവസ്ഥയിൽ ഒരാശ്വാസമില്ല, കണ്ണീരോടുകൂടെ ദൈവത്തിന് വേണ്ടി, ജീവജലത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിക്കുകയാണ് എന്ന് സങ്കീർത്തനം 42 ആദ്യ വാക്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ദാഹിച്ച മാൻപേടയ്ക്ക് അതിനാവശ്യമുള്ളിടത്തോളം ജലം സമൃദ്ധമായിട്ട് കിട്ടുന്ന അനുഭവം. വീണ്ടും ഇവിടെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ആത്മാവ് ആമോദിക്കുന്നു. സങ്കീർത്തനം 83:2 ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കാനായിട്ട് ദാഹിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള പരാമർശനം പൂർത്തിയാകുന്ന ഇവിടെയാണ്. കൊടുങ്കാറ്റ് ശമിച്ചോ എന്ന് നോക്കാൻ നോഹ അയച്ച ഉൽപ്പത്തി 8-9 വാക്യം. മാടപ്രാവ് ഈ ലോകത്തിലെ ജലപ്രളയത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യേ ഉറച്ച നിലം കണ്ടെത്തിയതിൻ്റെ അടയാളമായ ഒലിവ് ശാഖ എത്തിപ്പിടിക്കുന്നത് ഇവിടെയാണ്. പ്രാവ് പറന്ന് പോയിട്ട് ഒരു ഒലിവിൻ്റെ ശിഖരം കണ്ടെത്തി
ഉറച്ച നിലം കണ്ടെത്തി വെള്ളം ഇറങ്ങിയത് ആ ഉരുവ് ശിഖ കണ്ടെത്തി അത് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞൊരു അനുഭവത്തിലേക്ക് ആത്മ വരികയാണ്. ഈശോ, ആത്മാവിൻ്റെ ഈ സമാധാനത്തെ വിശദീകരിക്കുന്ന എന്തെല്ലാം സൂചനകളാണ് വിശുദ്ധ ലിഖിതങ്ങളിലുള്ളതെന്ന് വല്ലവരും അറിയുന്നുണ്ടോ? ആത്മാവ് ദൈവത്തെ പ്രാപിക്കുന്ന അനുഭവത്തിൻ്റെ സൂചന ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. മണവാട്ടിക്ക് ചുംബനം കിട്ടുന്ന ഉത്തമഗീതത്തിൽ, സങ്കീർത്തനത്തിൽ ദാഹിച്ചു വരേണ്ട മാൻപേടയ്ക്ക് ജീവജലം കിട്ടുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടാരത്തിന് വേണ്ടി ദാഹിക്കുന്ന ആത്മാവ് കൂടാരത്തിൽ എത്തിച്ചേരുന്നു. ആശ്വാസന പറന്നിറക്കുന്ന മാടപ്രാവ് ഒരുവന്റെ ശിഖരം കണ്ടെത്തുന്നു. അങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥ പ്രതീകങ്ങളും ഇമേജറികളും എല്ലാം ഈ ഒരു ആത്മീയ സായുജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് നോക്കുന്നില്ലാത്തൊരു വ്യക്തി ഇതിന്റെ ആഴമായ ആന്തരാർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഈശോയെ എന്ന് പറഞ്ഞ മദ്രസ ഇങ്ങനെ ഒരു നെടുവേർപ്പിടുകയാണ്. എൻ്റെ ഈശോ, എൻ്റെ ദൈവമേ, ഇതിന്റെ സവിശേഷത അങ്ങ് അറിയുന്നതിനാൽ സകല ക്രൈസ്തവർക്കും അത് അന്വേഷിക്കാൻ താല്പര്യം നൽകണമേ. സകല ക്രൈസ്തവരും സകല മനുഷ്യരും ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് വരാനും അത് അന്വേഷിച്ച് കണ്ടെത്താനും ഉള്ള ഒരു ആഗ്രഹം അവർക്ക് കൊടുക്കണമേ. അങ്ങ് അത് നൽകിയിട്ടുള്ളവരിൽ നിന്ന് അങ്ങേ കരുണയെ പ്രതി പിൻവലിക്കരുതേ. ഏതെങ്കിലും വ്യക്തിക്ക് ഇങ്ങനെ ആത്മീയ ആഗ്രഹമുണ്ടായി, ദാഹമുണ്ടായി, അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് പിൻവലിക്കരുതേ. ഏതായാലും സാക്ഷാത്തായ സമാധാനം അങ്ങ് അവർക്ക് നൽകുന്നത് വരെയും, ഒരിക്കലും അത് ക്ഷയിക്കാത്ത സ്ഥലത്തേക്ക് അവരെ നയിക്കുന്നത് വരെയും അവർ ഭയാശങ്ക വെടിയാതിരിക്കുക അത്യന്താപേക്ഷിതമത്രേ. ഇവിടെ 9ാമത്തെ ഒരു ഫലത്തെക്കുറിച്ചാണ് മദ്രസ്യ പറഞ്ഞു വരുന്നത്. അതായത് സാക്ഷാത്തായ സമാധാനം അങ്ങ് അവർക്ക് നൽകുന്നത് വരെയും, ഒരിക്കലും ക്ഷയിക്കാത്ത സമാധാനത്തിൻ്റെ അവസരം എത്തുന്നത് വരെയും അവർക്കൊരു ഭയാശങ്കയുണ്ട്. അത് അവർ കൈവെടിയാൻ പാടില്ല എന്ന് മദ്രസ്യ പറയുകയാണ്. അതാണ് സാക്ഷാത്തായത് എന്ന് ഞാൻ പറയുന്നത്. ഈ സമാധാനത്തിന് എന്തെങ്കിലും തരക്കേടുണ്ടെന്ന് കരുതുന്നത് കൊണ്ടല്ല, ഇപ്പം അനുഭവിക്കുന്ന സമാധാനം കുറവുള്ളതായതുകൊണ്ടല്ല, മറിച്ച് നാം ദൈവത്തിൽ നിന്ന് സ്വയം അകലുന്ന പക്ഷം ആദ്യത്തെ സമരം വീണ്ടും തുടങ്ങാൻ സാധ്യത ഉള്ളത് കൊണ്ടത്രേ. നമ്മുടെ ഭൂമിയിലെ വാസത്തിലാണ് നമ്മളിത് അനുഭവിക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ വാസം തുടരുകയാണ്. മരണം വരെ നമുക്കൊരു സാധ്യത മുമ്പിലുണ്ട്. എപ്പോഴും നഷ്ടപ്പെട്ടു പോകാം, നമ്മുടെ തന്നെ അശ്രദ്ധ കൊണ്ടോ ഉദാസീനത കൊണ്ടോ ഒക്കെ. അതുകൊണ്ടൊരു ഭയാശങ്കയുടെ അവസ്ഥ വേണം, ഒരു കരുതൽ വേണം. അതേക്കുറിച്ചാണ് അടുത്ത ഫലമായിട്ട് കരുതലുള്ളവരായിരിക്കും എന്നവരെ മുതലിച്ച് വിശദീകരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.